ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ഉച്ചയോടെ പോളിംഗ് 50% അടുക്കുന്നു. തമിഴ്നാട് ടീമും ഡൽഹി ടീമും തമ്മിലാണ് മത്സരമെന്നും തമിഴ്നാട് ജയിക്കുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു. DMKയുടെ അഴിമതി സർക്കാരിനെതിരായ വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് അണ്ണാ DMK നേതാവ് എടപ്പാടി പളനിസ്വാമി അവകാശപ്പെട്ടു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, എടപ്പാടി പളനിസ്വാമി, TVK നേതാവ് നടൻ വിജയ്, രജനീകാന്ത്, കമലഹാസൻ, അജിത് എന്നിവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കിരൺ ബാബു ചേരും. കിരൺ, 50% എന്ന് പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ്. പോളിംഗ് ബൂത്തുകളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടോ? രഞ്ജിത്ത്, രാവിലെ മുതൽ തന്നെ ഭേദപ്പെട്ട പോളിംഗ് ആണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ ഉച്ചയോടുകൂടി ഏകദേശം ഏറ്റവും അവസാനത്തെ കണക്ക് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ഏകദേശം 50% എത്തും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അത് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ തമിഴ്നാട്ടിൽ എവിടെയും കാണാമായിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ പ്രധാനമായും അധികാരം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നത് DMK ആണ്, MK സ്റ്റാലിനാണ്. സ്റ്റാലിൻ നേരത്തെ ഉയർത്തിയ മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇത് ടീം ഡൽഹിയും ടീം തമിഴ്നാടും തമ്മിലുള്ള മത്സരമാണ്, അവിടെ തമിഴ്നാട് വിജയിക്കും എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള തമിഴ്നാടിന് നേരത്തെ തന്നെ DMK ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ BJPയുടെയും AIADMK സഖ്യത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ അമിത്ഷാ പ്രധാനമായും പറഞ്ഞത് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് സനാതന ധർമ്മത്തിനെതിരായി നിൽക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് അവിടെ ഉണ്ടാകും. അഴിമതി സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകും. DMK സർക്കാരിനെതിരെ ഉയർന്ന നിരവധി അഴിമതി ആരോപണങ്ങളാണ് അണ്ണാ DMK ആയാലും അതോടൊപ്പം തന്നെ BJP ആയാലും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത്. ഇനി മൂന്നാമത് ഒരു സഖ്യമായി ഒരു പാർട്ടിയായി നിൽക്കുന്നത് TVK ആണ്. അത് വിജയുടെ പാർട്ടിയാണ്. വിജയ് ഇപ്പോഴും വലിയ പ്രതീക്ഷ വെക്കുകയാണ്. വിജയുടെ പാർട്ടിക്ക് അവിടെ വിജയിക്കാൻ കഴിയും, തമിഴ്നാടിൻ്റെ ഭരണം തനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, മൂന്ന് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പമാണ് പ്രധാന നേതാക്കളൊക്കെയും എത്തിയത്. അതോടൊപ്പം തന്നെ പ്രധാന സിനിമ രജനീകാന്തും കമലഹാസനും അടക്കമുള്ള പ്രധാന സിനിമാ നടന്മാരുമൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ അവിടെ ഇവിടെ ചെറിയ ചെറിയ സംഘർഷങ്ങൾ, എന്നതിനപ്പുറത്തേക്ക് കാര്യമായ തരത്തിൽ എവിടെയെങ്കിലും സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ് മൂലം ചിലപ്പോൾ വോട്ടിംഗ് അല്പം നീണ്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി 2 മണിക്കൂർ കൂടി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പല ബസ് സ്റ്റാൻഡുകളിൽ നിന്നുള്ള ബസ്സുകൾ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ബസ് സർവീസുകളുടെ എണ്ണം കുറവായിരുന്നു. ഈ ബസ് സർവീസുകൾ മുടങ്ങിയത് കാരണം പലർക്കും വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സമയം 2 മണിക്കൂർ കൂടി വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം ഒരു ആവശ്യം ചൂണ്ടിക്കാണിച്ച് ഉന്നയിച്ചാൽ അത് പരിഗണിക്കുന്ന ഒരു പതിവില്ല. അത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഈ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കോൺഗ്രസിൻ്റെ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമായും പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഇത് ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയും തമിഴരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന അദ്ദേഹവും നടത്തിയിട്ടുണ്ട്. ബംഗാളിൽ എങ്ങനെ പുരോഗമിക്കുന്നു കിരൺ? ബംഗാളിലും വാശിയേറിയ പോരാട്ടമാണല്ലോ. ബംഗാളിൽ കുറെ കൂടി മെച്ചപ്പെട്ട പോളിംഗ് ആണ്. ബംഗാളിൽ ഉച്ചയോടുകൂടി 50% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. 50% മേൽ പോളിംഗ് നടന്നിരിക്കുന്നു. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മുർഷിദാബാദിൽ നിന്നാണ്. അവിടെ വലിയ തരത്തിലേക്കുള്ള കേന്ദ്ര സേനയുടെ വിന്യാസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ തരത്തിൽ വലിയ തൃണമൂൽ കോൺഗ്രസിനെതിരെ ബൂത്ത് പിടുത്തം അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ എവിടെയും ഉണ്ടായിട്ടില്ല. മുർഷിദാബാദിൽ മാത്രമാണ് തൃണമൂൽ പ്രവർത്തകരുമായിട്ട് ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകുകയും അവസാനം പോലീസ് നടപടിയിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. ബംഗാളിനെ സംബന്ധിച്ച് ബംഗാളിൽ അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയ തോതിലുള്ള തൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘമടക്കം ബംഗാളിലുണ്ട്. ബംഗാളിൽ പ്രധാനമായും മമതാ ബാനർജിയും BJPയും തമ്മിലുള്ള പോരാട്ടമാണ് പ്രധാനമായി നടക്കുന്നത്. മമതാ ബാനർജി അധികാരം വീണ്ടും നിലനിർത്തും എന്നുള്ള പ്രസ്താവനകളാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ബംഗാളികളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഡൽഹിക്ക് കീഴടങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മമതാ ബാനർജി പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ മമതാ ബാനർജിക്കെതിരെ ഉന്നയിക്കുന്നത് ബംഗ്ലാദേശികളെ ധാരാളമായി ബംഗാളിലേക്ക് കടത്തിവിടുന്നു, ബംഗാളിൻ്റെ സ്വത്തും തന്നെ ഇല്ലാതെയാക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് BJP പ്രധാനമായും മമതാ ബാനർജിക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ളത്. മറ്റ് 2 പ്രധാനപ്പെട്ട പാർട്ടികൾ കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ്. കോൺഗ്രസും ഇടതു പാർട്ടികൾക്കുമൊക്കെ സ്വാധീനമുള്ള അല്ലെങ്കിൽ വിജയസാധ്യത അവർ പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.